ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജിനെ പറ്റിയിട്ടാണ്. എത്ര പേർക്കറിയാം ദുബായിലെ ഗ്ലോബൽ വില്ലേജ്? യുദ്ധത്തിനൊക്കെ ശേഷം ഇപ്പോൾ അവർ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ചൂട് സമയത്ത് സാധാരണ അവർ റീഓപ്പൺ ചെയ്യുന്നതല്ല, പക്ഷേ യുദ്ധത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് നമുക്ക് ഒരു സൈഡിൽ ക്യാഷ് കൊടുത്ത് ചെയ്യാം, ഒരു സൈഡിൽ സെൽഫായിട്ട് കാർഡ് പേയ്മെൻറ്റ് ചെയ്തിട്ടും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കാർഡ് പേയ്മെൻ്റ് ഉള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. അവിടെ അധികം ലൈനിൽ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ആ ഒരു മെഷീൻ ഉണ്ടായിരിക്കുക. നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ആ ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കും. അത് ഓട്ടോമാറ്റിക്കലി നല്ല രസമാട്ടോ ആ പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അതിലേറെ തിരക്കായിരുന്നു. വീക്കെൻഡ് സമയത്ത് 30 ദിർഹവും മൺഡേ ടു ഫ്രൈഡേ 25 ദിർഹംസുമാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ത്യൻ പവലിയനിലോട്ടാണ് പോയത്. എൻ്റെ കൊളീഗ്സൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, നിനക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമില്ലേ, നീ ഗ്ലോബൽ വില്ലേജ് പോകും. കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിൻ്റെ പവലിയൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് നമ്മുടെ തൃശ്ശൂരിലുള്ള എക്സിബിഷനൊക്കെ പോലെ തന്നെ ആ ഒരു വൈബ് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനും എന്താ പറയുക ഫുഡ് ഐറ്റംസൊക്കെ നന്നായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഗ്ലോബൽ വില്ലേജ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ഇന്ത്യൻ പവലിയനിൽ നിന്ന് ഇയറിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റിനാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അവിടെ 1 ദിർഹത്തിൻ്റെയും 2 ദിർഹത്തിൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ട്, ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സൗദി പവലിയനിലുള്ള ഈ സോങ് കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നല്ല രസമായിട്ട് തന്നെ ഒരു പാട്ട്. അവിടെയുള്ള പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വീണ്ടും പർച്ചേസിങ്ങിന് തന്നെ പോവുകയാണ്. കാരണം ഇവിടെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഈ കാണുന്ന ചുരിദാർ മെറ്റീരിയലിനൊക്കെ അവർ പറയുന്നത് 400 ദിർഹംസ് ഒക്കെയാണ്. പക്ഷെ അത്ര എക്സ്പെൻസീവ് ആയിട്ട് എനിക്കത് വാങ്ങണമെന്നേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇറാഖിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇറാഖിലും മിക്ക സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ്. കുറേ ക്ലോത്ത്സ് ഉണ്ടായിരിക്കും, ബെഡ്ഷീറ്റ്, പിന്നെ അവരുടെ പെർഫ്യൂംസാണ് അതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളെല്ലാ സ്ഥലവും ചെക്ക് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3rd ടൈമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ ടോട്ടലി ഉള്ള പവലിയൻസ് ഒന്നും കയറി കാണാറില്ല. ഇത്തവണ കയറണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പോകാറ്. കാരണം കുറച്ച് പവലിയനിലൊക്കെ കയറുമ്പോൾ തന്നെ ഞാൻ ടയേർഡ് ആവാറുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ, നമുക്ക് വിശക്കും. കുറച്ച് നേരം അപ്പം എനിക്ക് വിശക്കും. അങ്ങനെ നമ്മൾ ഒരു ചിക്കൻ മിക്സഡ് ഫ്രൈസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഈ ഒരു പ്ലേസിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് യൂഷ്വലി ഫാസ്റ്റ് ഫുഡിനോട് അത്ര താല്പര്യമില്ലെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കഴിക്കാനുള്ള ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒത്തിരി പേര് അവിടെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ആ ഒരു ഐറ്റം വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള കുറേ പ്ലേസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മെറ്റലിൻ്റെ ഒരു ബണ്ണ് വെച്ചിട്ടുള്ള ഒരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല രസമാണ്. എനിക്ക് ഗ്ലോബൽ വില്ലേജിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് മാങ്ങയാണ് കേട്ടോ. തായ്ലൻഡിൽ നിന്നുള്ളൊരു മാങ്ങ, ആ മണം തന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് നെക്സ്റ്റ് യൂറോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. യൂറോപ്പിലെ സാധനങ്ങൾ ലിറ്റിൽ മോർ കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മറ്റ് പവലിയനിലെല്ലാം വെച്ചിട്ട് മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ വീണ്ടും നമ്മൾ മാങ്ങ കഴിക്കാൻ വേണ്ടി പോയി. ആ ഒരു കുഞ്ഞൊരു പ്ലേറ്റ് ആയിരിക്കും, അതിന് 30 ദിർഹംസാണ് നമ്മൾ കൊടുത്ത് വാങ്ങിച്ചത്. അതിൽ എനിക്ക് തോന്നുന്നത് ഫുൾ മാംഗോ ഇല്ല, കുറച്ച് സ്ലൈസസ് ഉണ്ടായിരുന്നുള്ളൂ. മാംഗോൻ്റെ പല വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട്. ഞാൻ ഇതുവരെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടില്ല കേട്ടോ. അത് കഴിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡോളുള്ള ഒരു സെക്ഷനിൽ പോകാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. അവിടുത്തെ കാർഡ് എടുക്കുകയാണെങ്കിൽ 185 ദിർഹംസാണ് പെർ പേഴ്സണിന് വരുന്നത്. അപ്പോൾ അവർ പോയിൻറ്റ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് തരും. അപ്പോൾ 185 ദിർഹംസ് ആണെങ്കിൽ 100 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റൈഡിൽ 35 പോയിൻറ്റ്സ് ആണ്. നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് അവിടെ കയറുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റൈഡിൽ പോവാം. പിന്നെ ഞങ്ങൾ ഇന്നലെ ഫുൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇന്ന് വേണ്ട, നമുക്ക് പിന്നെ വരാം. കാരണം ഗ്ലോബൽ വില്ലേജ് കുറച്ച് നാളും കൂടി ഉണ്ടാവുമെന്ന് നമുക്കറിയായിരുന്നു. ഈ റൈഡ്സിലൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നിന്നിട്ട് അവർ എൻജോയ് ചെയ്തൊക്കെ നന്നായി കണ്ടു കേട്ടോ. ആ വോയിസൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഗെയിംസിനും ഈ ഡോളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതും ഞാൻ കളിക്കാൻ പോയില്ല, അങ്ങനത്തെ ഗെയിംസ് ഒന്നും കളിച്ചില്ല. പക്ഷേ ഇങ്ങനെ ഓരോ റൈഡിലും ഓരോരുത്തരുടെ എക്സ്പ്രഷനൊക്കെ ഞാൻ നോക്കി നിന്നു കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ഒച്ചെടുക്കുന്ന ശബ്ദം കേൾക്കാനും അതിലേറെ രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ എക്സിബിഷൻ്റെ ഇതൊരു വേറൊരു ഫോം, അത്രേ എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ. ഒത്തിരി ഡ്രസ്സ് കാണാം കേട്ടോ, അതാണ് എനിക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിച്ചിട്ട് വരികയാണ് ചെയ്തത്. റൈഡ്സിൽ ഓരോരുത്തർ എൻജോയ് ചെയ്യുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഞാനതൊക്കെ കുറേ നേരം നോക്കി നിന്നു.
ഇതാണ് അപ്പോൾ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ഷോപ്പിങ്ങിലുള്ള പവലിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല റഷായിരുന്നു. നമുക്ക് ഓരോ പവലിയനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് തോന്നിയ പവലിയൻ ചൈനയുടെ ആണ് കേട്ടോ. അവരുടെ ക്രോക്സിൻ്റെ ഐറ്റംസ്, കൂളിംഗ് ഗ്ലാസ്, ഓരോരോ ക്യൂട്ട് പ്രോഡക്റ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മേ ബി ആ പവലിയനിൽ നല്ല തിരക്കും ഫീൽ ചെയ്തത്. നമുക്ക് എല്ലാ കുട്ടികളൊക്കെ അവിടെ ഓരോന്ന് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് അവർ ബിസി ആയിരിക്കുന്നത് കണ്ടു വെക്കാനും നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് തിരാമിസു ആണ്. ആർക്കൊക്കെ ഈ ഡെസേർട്ട് ഇഷ്ടമുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തിരാമിസു. നമ്മളുടെ കുറേ അധികം സ്ഥലത്ത് തിരാമിസു ഉണ്ട് കേട്ടോ. പക്ഷേ ദുബായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പബ്ലിക് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്, അവിടുത്തെ തിരാമിസു ആണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് തിരാമിസു ട്രൈ ചെയ്യാണ്ട് പോയാൽ എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ തിരാമിസു അന്വേഷിച്ച് നടന്നു. അങ്ങനെ നമുക്ക് ഫൈനലി ഒരു സ്റ്റാളിൽ നമുക്ക് കിട്ടി. ഇതാണ് തിരാമിസു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തിരാമിസു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിലെ വിശേഷം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.